റിഫ്ലക്സ് ടെക് വാലിയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നല്ല ഹെവി ആയിട്ടുള്ള ഒരു 2.1 ആംപ്ലിഫയർ ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നല്ല ഹെവിയാണ്. അതായത് 2.1 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര ഒരു വീട്ടിലേക്ക് ഇത്രയും വാട്ടിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് കസ്റ്റമർ ഇത്രയും വാട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ലെഫ്റ്റ് റൈറ്റും നല്ല വാട്ടോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സബ് വൂഫറും നല്ല വാട്ടോട് കൂടി തന്നെയാണ്. നമുക്ക് 1500 വാട്ട് JBL, അതുപോലെ തന്നെ പൈനിയർ, സോണി, കെൻവുഡ്, റോക്ക്ഫോർഡ്, ഇത് എങ്ങനെ എത്ര വാട്ടേജ് ഉള്ള ഒരു 200 വാട്ടോ അല്ലെങ്കിൽ 300 വാട്ട് വരാവുന്ന നമുക്ക് കാർ സ്പീക്കറുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ 8 ohmസിലും 4 ohmസിലും വരുന്ന സബ് വൂഫറുകൾ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അത്ര ഹെവി ആയിട്ടാണ് നമ്മൾ ഈ ആംപ്ലിഫയർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിന്റെ മുൻവശത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ആംപ്ലിഫയറിന്റെ പുറകുവശത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു, ആംപ്ലിഫയറിൽ എന്തൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചിരിക്കുന്നു, ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി, ഇതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിന്റെ മുൻവശം വന്നിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലും അതുപോലെ തന്നെ ഗ്ലോസി ഗ്ലാസ് ടൈപ്പിലാണ് നമ്മൾ ഫ്രണ്ട് പാനൽ സ്ഥിരം ചെയ്യാറുള്ളത്. അതുപോലെ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. ഇത് മാസ്റ്ററോളിയാണ്. മാസ്റ്ററോളി എന്ന് ഉദ്ദേശിച്ച് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റും സബ് വൂഫറിന്റെ ഓളിയും ഒരേ സമയത്ത് നമുക്ക് ഒരേപോലെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടാണിത്. അതിന് താഴെയായിട്ടാണ് എൽകോമിൻ്റെ ഒരു പവർ ഓൺ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഈ കൺട്രോൾസ് എല്ലാം വന്നിരിക്കുന്നത് ഓരോ ചാനലിന് വേണ്ടിയിട്ടാണ്. അതായത് ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെയാണ് ഈ വോളിയം എന്ന ഏരിയ ഉണ്ട്. അതിൻ്റെ ബേസും ട്രിബിളാണ് ഈ കാണുന്നത്. സബ് വൂഫറിന് വേണ്ടി മാത്രമായിട്ട് ഒരു കൺട്രോൾ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബേസ് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. വെച്ചതിന് ശേഷമാണ് മാസ്റ്റർ വോളിയം കൺട്രോൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മളൊരു വലിയ ഡിസ്പ്ലേയിലുള്ള വൈറ്റ് കളറിൽ ഡിസ്പ്ലേയിലുള്ള ഒരു USB പാനൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ ആണ്, ബ്രെയിൻ ഓഡിയോസാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ സെലക്ടറാണ്. അതായത് OX 1, OX 2, USB, ഇത് മൂന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇതിനകത്ത്. അതിൻ്റെ താഴെയായിട്ട് USB കുത്താനുള്ള ഒരു സ്ലോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലും വന്നിരിക്കുന്നത്. റിമോട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ്. ഇതിനകത്ത് ആകെ ഒരു ഈ അടുത്ത അപ്ഡേഷനിലാണ് വരുന്നത്. ബേസ്, ട്രിബിൾ ഇതെല്ലാം ഇതിനകത്ത് ഈ പ്രാവശ്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഇതിനകത്ത് പവർ ഓൺ ഓഫ് ചെയ്യാം, മ്യൂട്ട്, അതുപോലെ തന്നെ മോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പാട്ടിൻ്റെ വോളിയം കൂട്ടാനും കുറയ്ക്കാനായിട്ട് സാധിക്കും. പിന്നെ പാട്ട് നെക്സ്റ്റ് ചെയ്യാനുള്ളത് പോസ്, പിന്നെ സോങ്സ് നമുക്ക് നമ്പർ അടിച്ചെടുക്കാനുള്ളതായിട്ടാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. തൽക്കാലം ഈ ലൗഡ്നെസ് ഇതിനകത്ത് വർക്കിംഗ് അല്ല. ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ബേസും ട്രബിളും ബോർഡ് വെച്ചാണ് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ഇനിയിപ്പോൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ തന്നെയാലും കുറച്ച് അധികം ബേസ് കൂടുതൽ കിട്ടുന്നു മാത്രം. ഇത്രയൊക്കെയാണ് റിമോട്ടിൻ്റെ ഫംഗ്ഷനും വന്നിരിക്കുന്നത്. ഇതാണ് ആംപ്ലിഫയറിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ബാക്ക് പാനൽ ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് ഫിനിഷിലുള്ള അക്രിലിക് പാനൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 2 FM-നുള്ള ഔട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ RCA തന്നെ FM-ൻ്റെ ഔട്ടും കൊടുത്തു എന്ന് മാത്രം. പിന്നെ ഉള്ളത് OX 1, OX 2, അതിൻ്റെ ലെഫ്റ്റും റൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം സ്പീക്കർ ഔട്ടുകളാണ്. ഇത് സബ് വൂഫറിൻ്റെ പ്ലസും മൈനസും, അതുപോലെ തന്നെ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് പ്ലസും, അതുപോലെ തന്നെ താഴെ ബ്ലാക്കിൽ കാണുന്നത് മൈനസ് ആണ്. നമ്മൾ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബനാന സോക്കറ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സോക്കറ്റാണ്, അതുകൊണ്ടാണ് ഇത് കൊടുത്തത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്താണ് നമ്മൾ പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ടോറോയുടെ ട്രാൻസ്ഫോമറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏകദേശം വോൾട്ടേജ് തന്നെ വന്നിരിക്കുന്നത് നമ്മൾ 2-3 രീതിയിൽ ടാപ്പിംഗ് എടുത്തിട്ടുണ്ട്. മെയിൻ ആംപ്ലിഫയറിനുള്ള രീതിയിൽ എടുത്തിട്ടുണ്ട്. ബേസ്, ട്രിബിളിന് വേണ്ടിയിട്ടുള്ള BT ബോർഡിന് വേണ്ടി, അതുപോലെ തന്നെ ഫാനിന് വേണ്ടി, സ്പീക്കർ പ്രൊട്ടക്ഷന് വേണ്ടി 2-3 രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ടാപ്പിംഗ് എടുത്തിരിക്കുന്നത്. മെയിനായിട്ട് എടുത്തിരിക്കുന്നത് 45 വോൾട്ടാണ്. അതായത് 45-0-45 നമ്മൾ ഇതിനകത്ത് AC വോൾട്ട് എടുത്തിരിക്കുന്നത്. അത് ലെഫ്റ്റ് റൈറ്റ് ചാനലിനും സബ് വൂഫറിന് വേണ്ടി മാത്രമാണ്. ഇത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, നമ്മുടെ തന്നെ പവർ സപ്ലൈ ബോർഡാണ് റിഫ്ലക്ഷൻ എഴുതിയിരിക്കുന്നത്. ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്നത് 10,080 വോൾട്ട് 4 കപ്പാസിറ്ററാണ് നമ്മൾ ഈ ചാനലുകൾക്ക് വേണ്ടി മാത്രം, ആംപ്ലിഫയറിന് വേണ്ടി മാത്രം എടുത്തിരിക്കുന്നത്. അതുകൂടാതെ BT ബോർഡിന് എടുത്തിരിക്കുന്നത്, ഫാനിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ്, അതുപോലെ തന്നെ സബിൻ്റെ പ്രീക്ക് വേണ്ടിയിട്ടൊക്കെ ഇതിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ തന്നെ ബോർഡാണ് റിഫ്ലക്ഷൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിനകത്ത് BT ബോർഡാണ്. യൂണിവേഴ്സലിൻ്റെ BT ബോർഡാണ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നത്. UPC IC വെച്ചിട്ടുള്ളത് നല്ല ഹൈ ക്വാളിറ്റിയാണ്. അതുകൊണ്ടാണ് നമ്മൾ UPC വെച്ചിട്ടുള്ള ഈ യൂണിവേഴ്സലിൻ്റെ ബോർഡ് ഉപയോഗിക്കുന്നത്. സബ് വൂഫർ ഫിൽറ്റർ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് മഹാരാജയുടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 4558 SMD ടൈപ്പ് IC ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി ബേസ് കൂടുതൽ ഇതിൽ നിന്ന് ലഭിക്കും. അതുകൊണ്ടാണ് നമ്മൾ മഹാരാജ ഉപയോഗിച്ചിരിക്കുന്നത്. ആംപ്ലിഫയർ സെക്ഷൻ മൊത്തം ഉപയോഗിച്ചിരിക്കുന്നത് തോഷിബ 5200, 1943 എന്നീ പെയറുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 65-0-65 DC വോൾട്ടിലാണ് ഇപ്പോൾ 2 ബോർഡും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കുറച്ച് വാട്ടേജ് കൂടുതൽ നമുക്ക് കിട്ടും. ഇതിലാണ് വരുന്നത് 8 ട്രാൻസിസ്റ്ററാണ് വരുന്നത്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 400 വാട്ടോളം സബ് വൂഫറിന് വേണ്ടി മാത്രം കിട്ടും. അത് കുറച്ച് 12 ഇഞ്ച് 1500 വാട്ട് JBL, 12 ഇഞ്ച് സോണി, അതുപോലെ തന്നെ പൈനിയർ, ഇതെല്ലാം നമുക്ക് ഹെവി ആയിട്ടുള്ള സബ് വൂഫറുകൾ നമുക്ക് ഇതിൽ നിന്ന് കൊടുക്കാൻ സാധിക്കും.
നല്ല ഹെവി ആയിട്ട് തന്നെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ സബിൻ്റെ പ്രീ ഉപയോഗിച്ച് നല്ല ഹെവി ആയിട്ടുള്ള ബേസ് കിട്ടാവുന്ന രീതിയിലാണ് മഹാരാജയുടെ സബ് പ്രീ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബേസ് നല്ല ബേസാണ് നമുക്ക് കിട്ടുന്നത്. ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നത് തോഷിബ തന്നെയാണ്. അതിനകത്ത് ഒരു ചാനൽ 250 വാട്ടാണ്. 4 ട്രാൻസിസ്റ്ററും ഡ്രൈവർ സ്റ്റേജാണ് കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത്. അതുപോലെ 2 ചാനലിന് വേണ്ടി 8 ട്രാൻസിസ്റ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഓരോ ചാനലിലേക്ക് 4 ട്രാൻസിസ്റ്റർ വീതമാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഹെവി ആയിട്ട് നമ്മൾ ഹീറ്റ് സിങ്ക് നമ്മൾ കൊടുത്തു എന്ന് മാത്രമേ ഇതിനകത്ത്. അതുകൊണ്ട് 250 + 250 നമുക്ക് ലെഫ്റ്റ് റൈറ്റ് കിട്ടുന്നത്. സബ് വൂഫറിന് 400 വാട്ടും. ഇത്രയാണ് ആംപ്ലിഫയർ സെക്ഷൻ വരുന്നത്. പിന്നെ പവർ ട്രിക്കിൻ്റെ ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഇൻപുട്ടാണ്. ഫുള്ള് ഷീൽഡ് വയറിൽ തന്നെയാണ് ഇതിൻ്റെ താഴെക്കൂടെയാണ് നമ്മൾ വയറിങ് മൊത്തം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് കാണാത്തത്. ഫുള്ള് ഇൻപുട്ട് ഔട്ട്പുട്ടുകളെല്ലാം ഷീൽഡ് വയറിൽ തന്നെയാണ്. നോയ്സ് ഒട്ടും വരാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് വന്നിരിക്കുന്നത് സബ് വൂഫറിൻ്റെ ഔട്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ഔട്ട് പ്ലസ് മൈനസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഗോൾഡ് പ്ലേറ്റഡ് ബനാന സോക്കറ്റാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് പവർ കേബിൾ കുത്താനുള്ള 3 പിൻ സോക്കറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതും. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ 2 8 ഇഞ്ച് ടവർ ബോക്സിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സബ് വൂഫറിൻ്റെ വോളിയം കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ബ്ലൂടൂത്ത് വഴിയാണ് പ്ലേ ചെയ്യുന്നത്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സബ് വൂഫറിൻ്റെ വോളിയം ഒന്ന് കൂട്ടിയതിന് ശേഷം ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾ ഇതിൻ്റെ ഓഡിയോയും കേട്ടിരിക്കും, അതുപോലെ തന്നെ ഇന്റീരിയലും കണ്ടിരിക്കും. ഓഡിയോയ്ക്കുള്ള പ്രോബ്ലം എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. നമ്മൾ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് അങ്ങനത്തെ സോങ്സാണ് ഇടാൻ സാധിക്കുകയുള്ളൂ. ഷോർട്സിലാണ് നമുക്ക് നോർമൽ പാട്ടുകൾ, അതുപോലെ തന്നെ ഹെവി ആയിട്ടുള്ള റീമിക്സും മറ്റുള്ള കാര്യങ്ങളുള്ള പാട്ടുകൾ ഇടാൻ സാധിക്കുകയുള്ളൂ. യൂട്യൂബ് വഴി വരുന്ന ചാനലിലിടുന്ന വീഡിയോ സോങ്സ്, അതുപോലെ തന്നെ MP3 സോങ്സ് ഒന്നും നമുക്ക് കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് അങ്ങനത്തെ ഇടാത്തത്. പിന്നെ ചില സമയത്ത് നിസ്സാര 10 സെക്കൻഡൊക്കെ നമുക്ക് ഇടാൻ സാധിക്കും. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കുക. വാട്സപ്പ് കോള്, IMO കോള്, അതുപോലെ തന്നെ നോർമൽ കോള് വിളിക്കാൻ നോക്കുക. എന്നാലാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. നിങ്ങളുടെ കാര്യങ്ങൾ എന്താണെന്നും എനിക്ക് അതിനുള്ള മറുപടിയും തരാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ചാറ്റിംഗ് ഒഴിവാക്കിയിട്ട് കോള് വിളിക്കാൻ പറയുന്നത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലും നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.